ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലർ നോച്ച് ഓർ വിയർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോച്ചസ് എന്താണെന്നും വിയേഴ്സ് എന്താണെന്നും പഠിച്ചായിരുന്നു. പിന്നെ അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചെന്തായിരുന്നു, ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ നോച്ചിൻ്റെ ഇക്വേഷനായിരുന്നു പഠിച്ചത്. നമ്മൾ എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ പഠിച്ചത്? Q ഈസ് ഈക്വൽ ടു 2/3 CD ഇൻറ്റു L ഇൻറ്റു √2G ഇൻറ്റു H⁻³ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. അതുപോലെ ട്രയാങ്കുലർ വിയർ അല്ലെങ്കിൽ നോച്ചിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു റെക്ടാങ്കുലർ നോച്ചിൻ്റെയും വിയറിൻ്റെയും സെയിം ആയിരുന്നു. എന്തായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ? സെയിം ആയിട്ടായിരുന്നു നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ട്രയാങ്കുലർ നോച്ചിൻ്റെയും വിയറിൻ്റെയും സെയിം ആയിരിക്കും. നമ്മൾ ഈ ട്രയാങ്കുലർ നോച്ചിന് പറയുന്നത് വേറൊരു പേരാണ് വി നോച്ച് എന്നും പറയും. നമുക്ക് ഒരു ട്രയാങ്കുലർ നോച്ചിൻ്റെ ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒരു ട്രയാങ്കുലർ നോച്ച്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാട്ടർ വരുന്ന ലെവലാണ് ഇവിടം വരെ, അതായത് ഒരു എച്ച് ഹൈറ്റിൽ, അതായത് നോച്ചിൻ്റെ ബോട്ടം തൊട്ട് ഒരു ക്യാപിറ്റൽ എച്ച് ഹൈറ്റ് വരെയാണ് നമുക്ക് വാട്ടർ ഉള്ളത്. ഇവിടുത്തെ നോച്ചിൻ്റെ അവിടുത്തെ ഉള്ള ആംഗിളിനെയാണ്, ആംഗിൾ ഓഫ് നോച്ച്, ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നത്. നമുക്ക് സാധാരണ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഇവിടെ കൺസിഡർ ചെയ്യും. ആ സ്ട്രിപ്പിനെയാണ് AB എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. AB എന്ന് പറഞ്ഞൊരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ്, ഇതാണ് AB എന്ന് പറയുന്ന സ്ട്രിപ്പ്. എന്നിട്ട് എന്താണ്, ആ സ്ട്രിപ്പിനെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ബാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ AB എന്ന് പറയുന്ന സ്ട്രിപ്പ് എന്ന് പറഞ്ഞ് സ്മോൾ ലെറ്റർ H ഡിസ്റ്റൻസ് എന്താണ് വാട്ടർ ലെവലിൽ നിന്ന് മാറിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് DH ആയിരിക്കും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. കൺസിഡർ എ ട്രയാങ്കുലർ നോച്ച് where capital letter H be the head of water above the notch. Theta angle of notch. Consider a horizontal strip. Strip of water of thickness DH at a depth of small letter h from the free surface of water. ഇനി നമുക്ക് ഡെറിവേഷൻ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ചെറിയൊരു ഡിസ്റ്റൻസിൽ ഞാനൊന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഞാനൊന്ന് എടുത്ത് വരയ്ക്കാൻ വേണ്ടി പോവാം. ഇങ്ങനെയാണല്ലോ, ഇതാണ് നമ്മുടെ എന്താ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? ഹാഫ് അല്ലേ വരുന്നത്. അപ്പോൾ θ/2. ഇത് A എന്നും ഇത് C എന്നുമാണ്, ഇത് O എന്നുമാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് എത്ര ആയിരിക്കും വരുന്നത്? ടോട്ടൽ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ H ആണെന്നും ഈ മോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു? സ്മോൾ ലെറ്റർ H. അപ്പം എന്താണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ക്യാപിറ്റൽ H മൈനസ് സ്മോൾ ലെറ്റർ H എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് tan തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ടോപ്പിലത്തെ വിഡ്ത്താണല്ലോ കണ്ടുപിടിക്കുന്നത്. tan θ/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AC/OC ദാറ്റ്സ് ഈക്വൽ ടു, AC-യുടെ വാല്യൂ എന്തായിരുന്നു നമുക്കറിയത്തില്ല. AC ഡിവൈഡ് OC എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ H മൈനസ് സ്മോൾ ലെറ്റർ H. അപ്പോൾ നമുക്ക് AC എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എഴുതാം? ക്യാപിറ്റൽ H മൈനസ് സ്മോൾ ലെറ്റർ H ഇൻറ്റു tan θ/2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, ഈ ഫുൾ വിഡ്ത്ത് എത്രയാണ്? നമുക്ക് AC കിട്ടി. AC ഇൻറ്റു ഒരു C. അതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പുറത്തോട്ട് എടുക്കുന്നതാണല്ലോ, അതായത് AB എന്ന് പറയുന്നത് എന്തായിരിക്കും? AC to AC എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പോൾ എഴുതിക്കോളുക, width of strip AB is equal to
2ac that's equal to 2 into h minus capital H minus small h into tan theta by 2. ഇനി നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മളിതിനെ റെക്റ്റാങ്കുലറായിട്ട് കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു ഡി എച്ച്. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തിയററ്റിക്കൽ വെലോസിറ്റി എന്തായിരിക്കും? തിയററ്റിക്കൽ velocity of water ത്രൂ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്ന് പറയുന്നത് √2g ഇൻറ്റു എച്ച് ആയിരിക്കും വരുന്നത്. അപ്പം therefore ഡിസ്ചാർജ് എത്ര നമുക്ക് കണ്ടുപിടിക്കണം. therefore ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് ഡി ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? നമ്മളെന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. എങ്ങനെയായിരിക്കും വരുന്നത്? സി ഡി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ ലെറ്റർ എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു ഡി എച്ച് ഇൻറ്റു √2g ഇൻറ്റു എച്ച്. ഇതായിരിക്കും വരുന്നത്. നമുക്കിനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അങ്ങനെയായിരിക്കും 2 ഇൻറ്റു സി ഡി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ ലെറ്റർ എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g എച്ച് ഇൻറ്റു ഡി എച്ച്. ഇതായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡി ക്യൂവിനെ നമ്മൾ എന്താണ് 0 to h വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. therefore total discharge Q is equal to integral 0 to h into 2 into CD into capital H minus small letter h into tan theta by 2 into √2gh into dh. ഇതിനകത്ത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസിനെല്ലാം പുറത്തെടുക്കാം. കോൺസ്റ്റൻ്റ് നമ്മൾ 2 ഇൻറ്റു സി ഡി ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g ഇൻറ്റു ഇൻ്റഗ്രൽ 0 to h ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ഞാനിപ്പോൾ √hനെ ഞാൻ എങ്ങനെ എഴുതാൻ പോലെ സ്മോൾ ലെറ്റർ h റേസ് ടു 1/2 ഇൻറ്റു ഡി എച്ച് നമ്മൾ എഴുതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 ഇൻറ്റു സി ഡി ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g ഇൻറ്റു എന്താണ് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ ലെറ്റർ എച്ച് റേസ് ടു 3/2 മൈനസ് എച്ച് റേസ് സ്മോൾ ലെറ്റർ എച്ച് റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ ഇവിടെ വരുമ്പോൾ 3/2 വരും, ഇവിടെ വരുമ്പോൾ 5/2 വരും. ഓൾ 0 to h ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 ഇൻറ്റു സി ഡി ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g ഇൻറ്റു ഇതായിരിക്കും 2/3 ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എച്ച് 3/2 മൈനസ് 2/5 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എച്ച് ഇൻറ്റു 5/2. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 2 ഇൻറ്റു സി ഡി ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g ഇൻറ്റു 2/3 എച്ച് റേസ് ടു 1 + 3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5/2 മൈനസ് 2/5 ഇൻറ്റു എച്ച് റേസ് ടു 5/2 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 2 ഇൻറ്റു സി ഡി ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു √2g ഇൻറ്റു 4/15 എച്ച് റേസ് ടു 5/2 എന്നായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയാണ്? 8/15 സി ഡി ടാൻ തീറ്റ ബൈ 2 √2g ഇൻറ്റു എച്ച് റേസ് ടു 5/2 ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് ക്യൂവിൻ്റെ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ
ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് വിളിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇപ്പം ഇനി നമ്മളോട് നമ്മുടെ നോച്ച് എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിളുടെ നോച്ചാണ്, വി നോച്ചാണെങ്കിൽ നമുക്ക് അതിൻ്റെ സി ഡിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കും. ഇങ്ങനെ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. ഫോർ എ റൈറ്റ് ആംഗിളുടെ നോച്ച്, ആംഗിളുടെ വി നോച്ച് സി ഡി ഈക്വൽ ടു 0.6 ആണ്. അപ്പോൾ എന്താണ് തീറ്റ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്താണ് tan θ/2 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? ഈക്വൽ ടു tan 45 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ therefore Q ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരുന്നത്? 8/15 ഇൻറ്റു സി ഡിയുടെ വാല്യൂ എത്രയാണ്? 0.6 ഇൻറ്റു tan θ/2ൻ്റെ വാല്യൂ 1 ഇൻറ്റു √2 ഇൻറ്റു 9.81 ഇൻറ്റു h⁻5/2. ഇപ്പോൾ എത്ര ആയിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്? ചെയ്ത് നോക്കുമ്പോൾ 1.417 h⁻5/2 എന്നായിരിക്കും കിട്ടുന്നത്. ഇത് എപ്പോഴായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഇൻ കേസ് ഓഫ് എ റൈറ്റ് ആംഗിളിൻ്റെ നോച്ച്. കേസ് ഓഫ് റൈറ്റ് ആംഗിളുടെ വി നോച്ച് ഇതായിരിക്കും ഇക്വേഷൻ. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. Water flows through a triangular right angle weir first and then over a rectangular weir of 1 meter width. The discharge coefficient of the triangular and rectangular weir are 0.6 and 0.7 respectively. If the depth of water over the weir is 360 mm, find the depth of water over the rectangular weir. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്താണ് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. എന്താണ് ഗിവൺ ഡാറ്റാസ്? നമുക്ക് 2 ടൈപ്പ് വിയേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ എന്താണ്? ഒരു ട്രയാങ്കുലർ വിയറും പിന്നെന്താണ് സെക്കൻഡ് വൺ എന്തായിരിക്കും? ഒരു റെക്റ്റാങ്കുലർ വിയറുമാണ് ഉള്ളത്. ട്രയാങ്കുലർ വിയറിൻ്റെ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾഡാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. പിന്നെന്താണ് സി ഡിയുടെ വാല്യൂ വന്നിട്ട് എത്രയാണ്? 0.6 ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡെപ്ത് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് 0.36 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി ഒരു റെക്റ്റാങ്കുലർ വിയറിനെ നമുക്ക് എന്താ പറഞ്ഞത്? ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. സി ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0.7 ആണ്. പിന്നെ അതുപോലെ എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ആണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ട്രയാങ്കുലർ വിയറിൻ്റെ അകത്തൂടെ വരുന്ന വെള്ളം തന്നെയാണ് റെക്റ്റാങ്കുലർ വിയറിൻ്റെ അകത്ത് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 പേരുടെയും ഡിസ്ചാർജ് എന്താണ്? സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡിസ്ചാർജ് ത്രൂ ദ ട്രയാങ്കുലർ വിയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ത്രൂ ദ ട്രയാങ്കുലർ വിയർ. എന്താണ് ഇക്വേഷൻ? Q ഈസ് ഈക്വൽ ടു 8/15 CD into √2g into tan θ/2 into h⁻5/2 എന്നായിരുന്നു ഇക്വേഷൻ. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെയായിരുന്നു എഴുതിയത്? 1.417 h⁻5/2 എന്നായിരുന്നു ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എച്ചിൻ്റെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ മുമ്പ് ഇട്ടതിനകത്ത് നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സി ഡിയുടെ വാല്യൂ 0.6 ഇട്ടാണ് ചെയ്തത്. അപ്പോഴാണ് 1.417 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടിയേക്കുന്നത്. അപ്പം 1.417 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 0.36 all⁻5/2. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നതെന്ന് വെച്ചാൽ 0.1102 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നായിരിക്കും ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇനി നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് എന്താണ് റെക്റ്റാങ്കുലർ വിയറിനകത്ത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എഴുതിക്കോ. ദ സെയിം ഡിസ്ചാർജ് ഈസ് പാസിംഗ് ത്രൂ the rectangular weir
Therefore, Q is equal to 2/3 CD into L into root of 2G into H raised to 3/2. Qന്റെ വാല്യൂ എത്രയാണ്? 0.1102 equal to 2/3 into 0.7 into 1 into root of 2 into 9.81 into H raised to 3/2. അപ്പോൾ നമുക്ക് എന്താണ് H raised to 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0533 എന്നായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഇനി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണത്? 0.0533 ഹോൾ റേസ് ടു 3/2 എന്ന് ചെയ്താൽ മതി. ഇപ്പുറത്തോട്ട് വരുമ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്ന ആൻസർ? 0.1415 മീറ്റർ എന്ന് കിട്ടും. അതായത് 141.5 mm എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പ്രോബ്ലം മനസ്സിലായല്ലോ. 2 പിയർ വരുവാണെങ്കിൽ ഫസ്റ്റ് പിയറിനകത്ത് പോകുന്ന ഡിസ്ചാർജ് തന്നെയായിരിക്കും സെക്കൻഡ് പിയറിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക, എന്നിട്ട് സെക്കൻഡിൻ്റെ അകത്ത് ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കണ്ടുപിടിക്കാം. ഇതുപോലെ കുറച്ച് പ്രോബ്ലംസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം, അതുകൂടെ ചെയ്യണം.